ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമുടൻ. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം ഒളിവിൽ പോയ സിദ്ദിഖിനെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീലിൽ തീരുമാനമെതിരായാൽ കീഴടങ്ങാനാണ് സിദ്ദിഖിന്റെ നീക്കം. കീഴടങ്ങാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടേക്കും. വാദം കേൾക്കാൻ സിദ്ദിഖിന്റെ മകൻ സുപ്രീം കോടതിയിൽ എത്തി. അദ്ദേഹത്തിന്റെ പ്രതികരണം. കുറച്ച് സമയം കൂടെ നീക്കുക. എന്തെങ്കിലും പ്രതികരിക്കും. കുറച്ച് സമയം കൂടെ നീക്കുക. എന്തെങ്കിലും പ്രതികരിക്കും. കുറച്ച് സമയം കൂടെ നീക്കുക. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും എസ് രാഗിൻ, കൊച്ചിയിൽ നിന്നും ആർ അനന്തകൃഷ്ണൻ, തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം ആർ അനന്തകൃഷ്ണനിലേക്ക്. അനന്തൻ, സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് എത്തി അവിടെ നിന്ന് മുൻകൂർ ജാമ്യം തേടി പോലീസിന് മുന്നിലൂടെ ഇറങ്ങി വരുന്നു എന്നുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി വലിയ തോതിൽ പണിയെടുത്തു അന്വേഷണ സംഘം. പക്ഷേ അദ്ദേഹം സിദ്ദിഖ് എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ട് കിട്ടുകയാണ് എങ്കിൽ അന്വേഷണ സംഘം നേരിടാൻ പോകുന്ന വിമർശനം എത്രത്തോളം വലുതായിരിക്കും? മധു, ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും പിന്നീട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്യുന്ന ആ ഒരു കാലയളവിനുള്ളിൽ സിദ്ദിഖിനെ പിടികൂടാൻ പോലീസ് ശ്രമിച്ചിരുന്നോ എന്നുള്ള കാര്യം സംശയമാണ്. ആ ഒരു നീക്കുപോക്ക് അല്ലെങ്കിൽ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു തീരുമാനം വരുന്നതുവരെ ഒരു ആനുകൂല്യം നൽകാൻ വേണ്ടി അണിയറയിൽ നീക്കം നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയവും ബലപ്പെടുകയുമാണ്. അങ്ങനെ സംശയിക്കാവുന്ന നടപടികളാണ് ഈ ഹൈക്കോടതിയിലെ തിരിച്ചടിക്ക് ശേഷം സംഭവിച്ചത്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ മാത്രയിൽ തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കിയത്. മാത്രമല്ല അപ്പോൾ തന്നെ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് സർക്കുലർ അടക്കം പുറത്തിറക്കുകയും കൊച്ചിയിലേക്ക് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് ഉദ്യോഗസ്ഥർ പോവുകയും ചെയ്തു. സിദ്ദിഖിന് വേണ്ടി വ്യാപകമായ തിരച്ചിൽ നടത്തുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ഒരാഴ്ച പിന്നിട്ടിട്ടും സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും ഒരു വിവരവുമില്ല. അതിനിടയിൽ ലുക്കൌട്ട് നോട്ടീസ് രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇറക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നലെ സിദ്ദിഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്ത് സിദ്ദിഖിനെ കണ്ടെത്താൻ വേണ്ടി ഒരു ശ്രമം അവസാന നിമിഷവും നടത്തുന്നു എന്നുള്ള ഒരു രീതി ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ കോടതിയിൽ ഒരു പക്ഷേ സിദ്ദിഖിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യം വന്നാൽ ആ ചോദ്യത്തെ മറികടക്കാനുള്ള ചില കാട്ടിക്കൂട്ടലുകൾ നടത്തിയതിനപ്പുറം സിദ്ദിഖിനെ കണ്ടെത്താൻ വേണ്ടി നമുക്കറിയാം, മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാവർക്കും പരിചിതമായ ഒരു മുഖമാണ് സിദ്ദിഖിൻ്റേത്. സിദ്ദിഖ് എവിടെ ഒളിവിൽ പോകാൻ വേണ്ടി യാത്ര ചെയ്താലും മറ്റുള്ളവരാരെങ്കിലും കാണുകയും ഒക്കെ ചെയ്യും. അപ്പോൾ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉടൻ തന്നെ ഒരു സ്ഥലത്തേക്ക് ഒളിവിൽ പോയി. പിന്നീട് അവിടെ നിന്ന് കണ്ടെത്താൻ കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായ ഒരു നീക്കം നടന്നില്ല എന്ന് അനുമാനിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുവരെയുള്ള നടപടികളിൽ ഉണ്ട് താനും. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ കൗതുകമുള്ളതാണ്. കാരണം സുപ്രീം കോടതിയിൽ അഥവാ ഈ സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ സിദ്ദിഖിൻ്റെ നടപടി എന്തായിരിക്കും? സിദ്ദിഖ് അടുത്ത നീക്കം എന്തായിരിക്കും? സിദ്ദിഖ് പോലീസിന് മുൻപാകെ കീഴടങ്ങാൻ സ്വമേധയാ വരുമോ? അതോ പോലീസ് ഉടൻ തന്നെ സിദ്ദിഖിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുമോ? ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ സുപ്രീം കോടതി ഓർഡർ എതിരായാൽ സിദ്ദിഖ് കീഴടങ്ങുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖ് എവിടെ കീഴടങ്ങും? ഇതുവരെ ഒളിവിൽ കഴിഞ്ഞിരുന്ന കേരളത്തിൽ എവിടെയാണ്, അല്ലെങ്കിൽ സിദ്ദിഖ് ഇപ്പോഴും എവിടെയാണ് എന്ന് അജ്ഞാതമാണ്. അപ്പോൾ കീഴടങ്ങാൻ സാധ്യതയുള്ള 3 സ്ഥലങ്ങൾ: ഒന്ന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, അതല്ലെങ്കിൽ കമ്മീഷണർ ഓഫീസ് തിരുവനന്തപുരം, അതല്ലെങ്കിൽ വഞ്ചൂർ കോടതി, നാലാമതൊരു സ്ഥലമുള്ളത് കൊച്ചിയിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഓഫീസാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരളം മുഴുവൻ അരിച്ചു പറക്കുന്നു എന്ന് വിളിച്ചു പറയുമ്പോഴും സിദ്ദിഖ് എവിടെയാണ് എന്ന് സംബന്ധിച്ച് ഒരു വിവരവുമില്ല. എന്നാലും സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് ഒരു സിദ്ദിഖിന് അനുകൂലമല്ലാത്ത ഒരു വിധിയാണ് വരുന്നത് എങ്കിൽ കീഴടങ്ങാനാണ് സിദ്ദിഖിന്റെ നീക്കം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അതിനൊരു സാവകാശം ആവശ്യപ്പെട്ടേക്കാം എന്നും നമുക്ക് വിവരങ്ങളുണ്ട്.